ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി കൊണ്ടൊരു കിടിലൻ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. ഇതിപ്പം ഇഡ്ഡലി ആണെന്ന് കൂടെ നമ്മൾക്ക് കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് നല്ല മേക്ക് ഓവറാണ് ഇപ്പം ഇഡ്ഡലിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഉള്ളി, തക്കാളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ ഒരു കഷ്ണം നാരങ്ങയും. പിന്നെ ഉള്ളിയും തക്കാളിയും ഓരോരെണ്ണമാണ് മീഡിയം സൈസിലുള്ളത് എടുത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇനി നമ്മൾക്ക് ഇഡ്ഡലി വേണം. ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, അത് മതി. അപ്പോൾ അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം, നീളത്തിൽ കട്ട് ചെയ്യാം. ഇനി സ്ക്വയറിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലകൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ഗരം മസാലയും കൂടെ ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഇഡ്ഡലി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾക്ക് സവാള അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അതും കൂടെ ചേർക്കുക. അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ കളറൊക്കെ മാറുന്നത് വരെ, നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിപ്പം നമ്മൾ സോഫ്റ്റ് ആയതിനു ശേഷം ഇപ്പം മസാലകൾ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂണോളം നമ്മൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും ചേർക്കുക. ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് തക്കാളിയും കൂടെ ചേർക്കുക, അരിഞ്ഞ് വെച്ചത്. ഇത് എന്നിട്ട് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഉപ്പ് നമ്മൾ ഇഡ്ഡലിക്ക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ഇതിൽ ചേർത്താൽ മതി. എന്ന് വെച്ചാൽ ഉപ്പ് ഉണ്ടാവുമല്ലോ ഇഡ്ഡലിയിൽ, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മസാലയിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക, അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിയില ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലിയും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ റെഡിയായി. ഇനി നമ്മൾക്ക് നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ അവസാനമായിട്ട് നാരങ്ങ നീരൊന്ന് ഇതിൽ പിഴിഞ്ഞൊഴിക്കുക. അതൊരു നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ ആ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഇഡ്ഡലി ഫ്രൈ റെഡിയായിട്ട് കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. നല്ല മസാലയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് പുരട്ടിയിട്ട് ഉണ്ടല്ലോ, ശരിക്കും ഇഡ്ഡലിയാണെന്ന് കൂടെ നമ്മൾക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ശരിക്കും ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.